നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവാത്ത, എന്നാൽ കേട്ടാൽ ത്രില്ലടിപ്പിക്കുന്ന, ബാക്കി എന്താവും എന്ന് ചിന്തിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ചരിത്രമാണ് നമ്മളിന്ന് പറയുന്നത്. അത് ആസുറ ബീവിയുടെ ചരിത്രമാണ്. അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്ന അബ്ദുള്ള രാജാവിൻ്റെ ഭാര്യയാണ് ആസുറ ബീവി. ആസുറ ബീവി എന്നാൽ അള്ളാഹുവിനെ വളരെയധികം ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടേയില്ല. അതായത് അന്യപുരുഷന്മാർ കാണും വിധം അവർ പുറത്തേക്കൊന്നിറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവിന് ഹജ്ജിന് പോകാൻ സമയമായി. അങ്ങനെ അവർ അവരുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോവുകയാണ്. ഈ വർഷം ഞാൻ തനിച്ചു പോകാം. ഇൻഷാ അല്ലാ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ മന്ത്രിമാരെയും മറ്റും വിളിച്ചുകൂട്ടി അവർ ഹജ്ജിന് പോകുന്ന വിവരമെല്ലാം പറഞ്ഞു. കൂടാതെ ആ രാജ്യവും ആ രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അവരുടെ അനിയനായ അബ്ദുറഹ്മാൻ എന്ന ആളെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം മടങ്ങി വരുന്നവരെ അബ്ദുറഹ്മാൻ ആയിരിക്കും ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക എന്ന് അബ്ദുള്ള രാജാവ് തൻ്റെ മന്ത്രിമാരോടും മറ്റ് കൊട്ടാരത്തിലെ ആളുകളോടും പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള രാജാവ് പുറപ്പെട്ടു. അനിയൻ അബ്ദുറഹ്മാൻ ഭരണം ഏറ്റെടുത്ത് കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് വിശേഷ വിവരങ്ങൾ അന്വേഷിക്കാനായി പോയി. ആ സമയത്തെല്ലാം നമ്മുടെ മഹദി ആസുറ ബീവി ഒരു മറക്ക് പിന്നിൽ നിന്നാണ് സംസാരിക്കാറ്. ഒരു ദിവസം അബ്ദുറഹ്മാൻ അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ആസുറ ബീവി അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു. ബീവി ആസുറ മുഖമക്കനിയും കൈയും എല്ലാം കയറ്റിവെച്ച് വുളു എടുക്കുന്നത് ഒരു മറക്ക് പിന്നിൽ നിന്നും അബ്ദുറഹ്മാൻ ശ്രദ്ധിച്ചു. ആസുറ ബീവിയുടെ ഭംഗി കണ്ട അബ്ദുറഹ്മാൻ അമ്പരന്നു പോയി. വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭംഗി. പിന്നെ അബ്ദുറഹ്മാൻ 5 നേരവും വരലായി. ബീവി ആസുറ വുളു എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് ശ്രദ്ധിക്കും, ആ ഭംഗി കണ്ട് ആസ്വദിക്കും. അങ്ങനെ ഒരു ദിവസം ആസുറ ബീവി അബ്ദുറഹ്മാൻ എന്നെ മറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ആസുറ ബീവി അകത്തു നിന്ന് തന്നെ വുളു ഉണ്ടാക്കി നിസ്കരിക്കലായി. അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാന് ക്ഷമയിട്ടു. ഒരു ദിവസം അബ്ദുറഹ്മാൻ ബീവി ആസുറയോട് ചോദിച്ചു, അല്ലയോ ആസുറ, ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരിക്കുന്നു. അതിനാൽ ഒരു തവണയെങ്കിലും എന്നോട് കൂടെ കിടപ്പറ പങ്കിടണം. അത് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ ബീവി ആസുറ വളരെ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു, ചീ, മാറി നിൽക്കട്ടെ, ഞാൻ നിന്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അള്ളാഹു ഇതെല്ലാം കാണില്ലേ? നിനക്ക് അള്ളാഹുവിനെ ഭയമില്ലേ? എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. അബ്ദുറഹ്മാൻ ആകെ പേടിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. കുറച്ചു ദിവസത്തിന് ഭരണകാര്യത്തിൽ ഇല്ലാതെയായി. അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാൻ്റെ ഏറ്റവും അടുത്ത 4 സുഹൃത്തുക്കൾ വന്ന് കാര്യം അന്വേഷിച്ചു. അബ്ദുറഹ്മാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നെ ആട്ടിപ്പായിച്ച് അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാർ ആസുറ ബീവിക്കെതിരെ വലിയ ഒരു ചതിപ്രയോഗം ആവിഷ്കരിക്കുകയാണ്. അവർ അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ രാജാവ് നീയാണ്. അതുകൊണ്ട് ആസുറയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാകത്തിന് കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം. കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ ആസുറയെ എത്തിച്ചു തരാം. നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി. അതും പറഞ്ഞ് അവർ പിരിഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാരായ 4 പേരും നേരെ പോയത് ആസുറ ബീവിയുടെ വേലക്കാരനായ സെയ്ദിൻ്റെ അടുത്തേക്കാണ്. അവർ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹ്മാൻ ചെറിയ പ്രശ്നത്തിലാണ്. അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അബ്ദുറഹ്മാൻ്റെ തല ഉണ്ടാകില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ സെയ്ദിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ആസുറ ബീവിയുടെ വേലക്കാരനായ സെയ്ദ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, ആസുറ ബീവി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തിറങ്ങുമ്പോൾ
നീ മുൻവാതിലിലെ ലോക്ക് അയച്ചു മാറ്റണം. പുറത്തു നിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറയുന്ന രൂപത്തിലാക്കി വെക്കണം. എന്നിട്ട് ആരും കാണാതെ അസുറയുടെ ബെഡ്റൂമിൽ കയറി ഒളിച്ചിരിക്കണം. അവൾ വുളു എടുത്തു വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം. നിങ്ങൾ 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീഴണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും. വ്യഭിചരിച്ചവൻ നീയും അത് കണ്ട് സാക്ഷികളായ ഞങ്ങൾ 4 പേരും രാജാവിൻ്റെ മുമ്പിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ആസൂറ ബീവിക്ക് വധശിക്ഷ ഉറപ്പാകും. പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഈ കാര്യം അബ്ദുറഹ്മാൻ്റെ 4 കൂട്ടുകാർ സെയ്ദിനോട് പറഞ്ഞപ്പോൾ സെയ്ദ് പറഞ്ഞു, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹതിയായ അവരെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ അവർ 4 പേരും കൂടെ കാശ് കൊടുത്ത് സെയ്ദിനെ അവരുടെ ഭാഗത്താക്കി. അന്ന് രാത്രി ഈ ചതി അറിയാതെ നമ്മുടെ ആസുറ ബീവി പതിവ് പോലെ തഹജുദിനെ എണീറ്റ് പുറത്തേക്ക് പോയപ്പോൾ സെയ്ദ് താൻ മുൻ നിശ്ചയിച്ച പ്രകാരം മുൻവാതിലിൻ്റെ ലോക്ക് അയച്ചു മാറ്റി. ശേഷം ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്നു. ആസുറ ബീവി വുളു എടുത്ത് തിരിച്ചു വന്ന് തൻ്റെ ബെഡ്റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ദ് ആസുറ ബീവിയെ കടന്നു പിടിച്ചു. 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീണു. അവർ 2 പേരും ആകെ പിടിയും ബഹളവുമായി. പെട്ടെന്ന് അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാർ മുൻ നിശ്ചയിച്ച പ്രകാരം 4 പേരും പുറത്തു നിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഇവർ 2 പേരും സെയ്ദും ആസുറ ബീവിയും ആകെ പിടിവലി കൂടുന്നതാണ്. ഈ 4 കൂട്ടുകാരും അപ്പോൾ പറഞ്ഞു, ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് ഭൃത്യനുമായി വീഴ്ചയോ? ആ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസസൂചകമായി ചോദിച്ചു. എൻ്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. അംഗശുദ്ധി ചെയ്യുന്ന നിസ്കാരത്തിനൊരുങ്ങിയ എൻ്റെ പിന്നിലൂടെ വന്ന് ബലാത്സംഗത്തിന് ശ്രമിച്ച നീചനാണ് സെയ്ദ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, ആസുറ പറയുന്നത് ശുദ്ധ കളവാണ്. അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി രഹസ്യ വീഴ്ചയ്ക്ക് ആവശ്യപ്പെടുകയായിരുന്നു. ആ 4 പേരും വിളിച്ചു പറഞ്ഞു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു. ഞങ്ങൾ ഇത് രാജാവിനോട് റിപ്പോർട്ട് ചെയ്യും. അരുതേ, എന്നെ അപമാനിക്കരുതേ, ഞാൻ നിരപരാധിയാണ് എന്ന് തുടങ്ങിയ യാചനയുടെ വാക്കുകൾ ആസുറ ബീവി പറഞ്ഞിട്ടും അവരാരും ചെവി കൊണ്ടില്ല. അങ്ങനെ കേസ് കോടതിയിലെത്തി. ബീവി കരഞ്ഞ് കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂദിലായി വീണു. ജനകീയ കോടതിയിൽ ആസുറ ബീവിയുടെ കേസ് വിചാരണക്കായി വന്നു. വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന 4 സാക്ഷികൾ. ആസുറ ബീവി തന്നെ രഹസ്യവേഴ്ചയിലേക്ക് ക്ഷണിച്ചുവെന്ന്, താൻ അവരുമായി വ്യഭിചരിച്ചു എന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ്. ഏത് കോടതിക്കും ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ നിരപരാധിയാണ്, എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കലിനെ പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷകൾക്കായി അവിടെ ആരും തയ്യാറായില്ല. തന്നെയുമല്ല, നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ അയാളുടെ ആവശ്യം ആസുറ ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. പിന്നെങ്ങനെയാണ് മറച്ചു ചിന്തിക്കുക? ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു. ഇവിടെ ആസുറ ബീവി സയ്യിദ് എന്ന ഭൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു. ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിപ്പോൾ പ്രസക്തമല്ല. ആസുറ ബീവി വ്യഭിചാരം നടത്തി, അതാണ് പ്രശ്നം. ഇവിടെ രാജപത്നിയാണ്, വിശിഷ്യ എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അതൊന്നും നീതി നടത്തുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല. എൻ്റെ സഹോദരനാണെങ്കിൽ പോലും ഈ അവസരത്തിൽ മറിച്ചൊരു വിധി എഴുതൽ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എന്ന ഭൃത്യൻ അവിവാഹിതനായതുകൊണ്ട് അവനെ 100 അടിയടിച്ച് നാടുകടത്തുക. അടുത്ത വിധി പ്രഖ്യാപിക്കാൻ സങ്കടമുണ്ടെങ്കിലും പക്ഷേ അത് നടപ്പിലാക്കാതെ കഴിയില്ല എന്നതുകൊണ്ട് ആസുറ ബീവി വിവാഹിതയാണ്. വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നത് വരെ കല്ലെറിഞ്ഞു കൊല്ലലാണ്. ആരെവിടെ? ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ എന്ന് അബ്ദുറഹ്മാൻ ആയ അബ്ദുള്ള രാജാവിൻ്റെ അനിയൻ പ്രഖ്യാപിക്കുകയാണ്. വിധി കേട്ടപ്പോൾ ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുപോയി. പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കാൻ കല്ലെറിഞ്ഞു കൊല്ലാൻ ഹദ്ദുകുഴിയുടെ മുമ്പിലേക്ക് ആസുറ ബീവിയെ കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ കൂടി നിന്നവരോട് ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാട്ടുകാരെ, എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ ആസുറ മനസ്സുകൊണ്ടുപോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇവർ എന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. എൻ്റെ ഭർത്താവല്ലാതെ ഒരു പുരുഷൻ അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. മഹതിയായ ആസുറ ബീവി എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഹദ്ദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു.
മഹതിയായ ആസൂറ ബീവി എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഹദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു. ഉടൻ 2 പട്ടാളക്കാർ ആസൂറ ബീവിയുടെ അരഭാഗത്തെ കയർ കൊണ്ട് കെട്ടിമുറുക്കി. ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി 2 പട്ടാളക്കാർ 2 ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു. ഉടൻ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു, ഹദ് കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുന്ന ആസുറായെ എറിഞ്ഞു കൊല്ലുക. അവൻ്റെ ആജ്ഞ കേട്ട ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കരിങ്കൽ കഷ്ണമെടുത്ത് ആസുറ ബിവിയുടെ തലയിലേക്ക് എറിഞ്ഞു. തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി. എല്ലാവരുടെയും ശക്തിയായി ഏറുകൊണ്ട് ആസുറ ബിവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു. ആസുറ ബിവിയെ നോക്കാൻ കുറച്ചു പട്ടാളക്കാരെ ഹദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞു. രാത്രിയുടെ അന്ത്യാമങ്ങൾ ലോകം മുഴുവൻ പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം 4-5 പട്ടാളക്കാർ ഹദ് കുഴി കണ്ണും തുറന്ന് കാവൽ നിൽക്കുകയാണ്. ആ 4-5 പട്ടാളക്കാർ ആസുറ ബിവിയെ ഹദ് കുഴിയിൽ ഇറക്കും മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ആസുറ ബിവി നിരപരാധിയാണെന്ന് അവർ അവരുടെ സംസാരത്തിലൂടെ പരസ്പരം പറയുകയാണ്. ഹദ് കുഴിയിലേക്ക് ഇറക്കും മുമ്പ് അന്ത്യാഭിലാഷം എന്തെന്നാണ് ആസുറ ബീവിയോട് ചോദിച്ചപ്പോൾ 2 റക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് ആസുറ ബീവി അനുവാദം വാങ്ങിയത്. അതുകഴിഞ്ഞ് ഹദ് കുഴിയിൽ ഇറങ്ങി നിന്ന് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വിധിയെയും കാത്തുനിന്ന ആ രംഗം മനസാക്ഷിയുള്ള ആരെയും കരയിക്കുന്നതായിരുന്നു. അവർ ഹദ് കുഴിയിലേക്ക് എത്തി നോക്കി. ബീവിയുടെ വിലപ്പെട്ട ജീവൻ ചിറകടിച്ചു പോയെന്ന് അവർ കരുതി. കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും. മുഖത്തിന് ഒരു ഭാവപകർച്ചയുമില്ല, സൗന്ദര്യത്തിന് ഒരു കോട്ടവുമില്ല. ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. സമയം കടന്നുപോയത് ആ പട്ടാളക്കാർ അറിഞ്ഞിരുന്നില്ല. അവർക്ക് ഉറക്കു വരാൻ തുടങ്ങിയിരുന്നു. അധികം വൈകാതെ ആസുറ ബീവിക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണു. പെട്ടെന്നാണത് സംഭവിച്ചത്. ആസുറ ബീവിയെ ഓരോ കരിങ്കല്ലെടുത്തെറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തിയിരുന്നെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോധം നഷ്ടപ്പെട്ടതായിരുന്നു. അർദ്ധരാത്രിയുടെ സമയത്ത് ആസുറ ബീവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിശപ്പും ദാഹവും വേദനയും കാരണം ആസുറ ബീവി കരയാൻ തുടങ്ങി. ശക്തിയായ ഉറക്കത്തിൽ പെട്ടുപോയ പട്ടാളക്കാർ ഇത് അറിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടവും കഴിഞ്ഞ് ആ ഭാഗത്തൂടെ കുതിരപ്പുറത്ത് വരുന്നത്. കച്ചവടക്കാരൻ നോക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ചുറ്റുപാടും നോക്കിയപ്പോൾ അകലെ വെളിച്ചം കണ്ടു. അടുത്തെത്താറായെന്ന് മനസ്സിലായി. അത് ഹദ് കുഴിയാണ് എന്ന് ഉടൻ അദ്ദേഹത്തിന് മനസ്സിലായി. ഹദ് കുഴിയുടെ ആ ഭാഗത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ ആ കുഴിയിൽ ചോരയിൽ കുളിച്ച ഒരു സ്ത്രീ തളർന്നു കരയുന്നു. വെള്ളം വെള്ളം ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. കച്ചവടക്കാരൻ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. കത്തിക്കൊണ്ടിരിക്കുന്ന തീപന്തത്തിന് സമീപം കൂർക്കം വലിച്ചുറങ്ങുന്ന പട്ടാളക്കാർ. ഹദ് കുഴിയിൽ നിന്ന് ഉയരുന്ന ദയനീയമായ കരച്ചിൽ. തലേ ദിവസം ഹദ്ദറിയപ്പെട്ട വല്ല കുറ്റവാളിയുമായിരിക്കും. ജീവൻ പോയിട്ടില്ല. അയാൾ പന്തമുയർത്തി സൂക്ഷിച്ചു നോക്കി. ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവളെ കോരിയെടുത്ത് തോളിലേറ്റി നടന്നു. പെണ്ണിനെ കുതിരപ്പുറത്തിരുത്തി അയാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗം കുതിരയെ വായിച്ചു. നിമിഷങ്ങൾക്കകം അവർ കച്ചവടക്കാരൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. അങ്ങനെ നിമിഷങ്ങൾക്കകം ആസുറ ബീവിയും കച്ചവടക്കാരനും കച്ചവടക്കാരൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. ആസുറ ബീവിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ നൽകി. ആ ദമ്പതികൾക്ക് ബീവിയിൽ കനിവ് തോന്നുകയും അവരുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകുകയും അവരുടെ സ്നേഹസമ്പന്നമായ പരിചരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ബീവിയുടെ ആലസ്യങ്ങളെല്ലാം മാറി. ശരീരത്തിൻ്റെ അസുഖവും അങ്ങുമിങ്ങും ഉണ്ടായിരുന്ന വ്രണങ്ങളും ഒക്കെ കരിഞ്ഞു തുടങ്ങി. ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ അകമഴിഞ്ഞു സ്തുതിച്ചു. സദാ നിസ്കാരത്തിലും ആരാധനയിലുമായി ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി. കച്ചവടക്കാരനായ പ്രഭു ദീനിയായ ചിന്തയുള്ള ആളായിരുന്നു. തന്നെയുമല്ല നല്ലൊരു മനസ്സിനുടമയും. പ്രഭുവിൻ്റെ ഭാര്യയ്ക്കും ആദ്യഘട്ടത്തിൽ ബീവിയോട് നീരസമൊന്നും കണ്ടില്ല. അതുകാരണം അവിടുത്തെ ജീവിതം അല്ലലും അലട്ടലും ഇല്ലാതെ തുടർന്നു. അങ്ങനെ പഴയ ഉണർവും ഊർജവും ബീവിക്ക് തിരിച്ചു കിട്ടി. പ്രഭുവിൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചില്ലറ ജോലികൾ ചെയ്തു തീർക്കുന്നതിലും അവർ സായുജ്യമണിഞ്ഞു. ആസുറ ബീവിയെ കാണുമ്പോഴൊക്കെ പ്രഭുവിൻ്റെ മനസ്സിൽ പുതിയൊരു സംഘടന നടക്കുന്നുണ്ടായിരുന്നു. ഇത്രയും സുന്ദരിയായ സ്ത്രീയെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത്. ബീവിയെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ആത്മാർത്ഥമായി കൊതിച്ചു. തൻ്റെ ഹൃദയാഭിലാഷം തുറന്നു പറയാൻ മനോധൈര്യമില്ലാതെ നാളുകളോളം മനസ്സിൻ്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രഭു നടന്നു. പക്ഷേ ഇനിയും അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ വീർപ്പുമുട്ടി മരിച്ചു പോകുമെന്ന അവസ്ഥയിലായപ്പോൾ അയാൾ ബീവിയെ വിളിച്ച് പ്രകാരം പറഞ്ഞു. ബീവി, ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ബീവിയെ കണ്ട നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ബീവി പതിഞ്ഞുപോയി. എൻ്റെ ജീവിത സഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബീവിയെ ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാലും. ഇത്രയും പരീക്ഷണം റഹ്മാനെ,
ഒരു പെണ്ണിന് എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ? പ്രഭുവിൻ്റെ ഈ ആവശ്യത്തിൽ പിന്നിലും വല്ല ദുരുദ്ദേശവും പതിയിരിക്കുന്നുണ്ടോ? ആരറിഞ്ഞു? ഉള്ളിലെ ഭയാശങ്കകൾ മറച്ചു പിടിച്ചുകൊണ്ട് വളരെ വിനയാന്യായി ബീവി പറഞ്ഞു, മഹാനായ പ്രഭു, എൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങയാണ്. അതുകൊണ്ട് എക്കാലത്തും അങ്ങേക്ക് ഞാൻ കടപ്പെട്ടവളാണ്. എങ്കിലും അങ്ങയുടെ ഈ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് നിർവാഹമില്ല. ഞാൻ വിവാഹിതയാണ്, മറ്റൊരാളുടെ ഭാര്യയാണ്. അതുമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതിരിക്കൂ. ബീവിയുടെ അഭ്യർത്ഥന മാനിച്ച സ്നേഹസമ്പന്നനായ അയാൾ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. വീണ്ടും പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ലാതെ നാളുകൾ കഴിഞ്ഞുപോയി. അന്തരീക്ഷം തെളിഞ്ഞു എന്നുള്ള സമാധാനത്തോടു കൂടെ ബീവി അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിച്ചു. പക്ഷേ വലിയൊരു അപകടം ആ വീട്ടിൽ ബീവിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ബീവി അത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ വീട്ടിലെ വേലക്കാരൻ്റെ മനസ്സിൽ ഒരു ദുശ്ചിന്ത കടന്നു കയറുകയാണ്. ആ വിവരം ആസുറ ബീവിയോട് ആ വേലക്കാരൻ പറഞ്ഞപ്പോൾ ആസുറ ബീവി അവനെ ആട്ടിപ്പായിച്ചു. ചീ, ഇറങ്ങിപ്പോകടാ എൻ്റെ മുമ്പിൽ നിന്ന്. അള്ളാഹു ഹറാമാക്കിയ വ്യഭിചാരത്തിനാണോ നീ എന്നെ ക്ഷണിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ അത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കടന്നു പോകൂ എൻ്റെ മുമ്പിൽ നിന്ന്. ആസുറ ബീവി അവനെ ആട്ടിപ്പായിപ്പിച്ചു. പക്ഷേ ആസുറ ബീവിയുടെ മുമ്പിൽ നാണം കെട്ട ആ വേലക്കാരൻ മനസ്സിൽ ആസുറ ബീവിയുടെ പ്രതികാരത്തിൻ്റെ ചിന്ത വളരാൻ തുടങ്ങി. ഒരു ദിവസം ഈ വേലക്കാരൻ തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്ന പ്രഭുവിൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് മുറിച്ചു. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി. അതിനുശേഷം ചോര പുരണ്ട കത്തി ആസുറ ബീവി കാണാതെ ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, കുഞ്ഞിൻ്റെ തല അറുത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. രക്തം നിലക്കാതെ പ്രവഹിക്കുന്നു. പ്രഭുവിൻ്റെ ഭാര്യ ഇത് കണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾ ഓടിക്കൂടി. ജനങ്ങൾ തടിച്ചുകൂടി വന്ന് നോക്കുമ്പോൾ വളരെ ദാരുണമായി പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടിരിക്കുന്നു. അവർ 4 പേരും കൊലയാളിയെ തിരഞ്ഞു. ആരെയും കണ്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ആ വേലക്കാരൻ സൂത്രത്തിൽ തലയണയുടെ അടിയിൽ നിന്നും കത്തി പുറത്തെടുത്തു. വീടിൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലൂടെ ആ ചോര പുരണ്ട കത്തിയുമായി ഓടി. എന്നിട്ട് പറഞ്ഞു, ഈ കത്തി ആസുറയുടെ ബെഡ്റൂമിൽ നിന്ന് തലയണയുടെ അടിയിൽ നിന്നും കിട്ടിയതാണ്. ഇവളാണ് കുട്ടിയെ കൊന്നത്. ജനങ്ങൾ പരസ്പരം സംശയത്തോടെ ആസുറയെ നോക്കി. ആ വേലക്കാരൻ തുടർന്ന് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം ആസുറ പ്രഭുവിനെ തന്നെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞ് അതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയാണ് അവൾ കുട്ടിയെ കൊന്നത്. ഈ നുണക്കഥ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു. ആ സമയത്ത് പ്രഭുവിൻ്റെ ഭാര്യ ആസുറ ബീവിയോട് പറഞ്ഞു, ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഹദ്ദുകുഴിയിൽ നിന്നും എൻ്റെ ഭർത്താവ് നിന്നെ രക്ഷപ്പെടുത്തി. താമസിക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്നു. അതിന് പകരമായിട്ടാണോ നീ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? എൻ്റെ ഭർത്താവിനെ നിനക്ക് ഭർത്താവായി വേണമെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമായിരുന്നല്ലോ. നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊന്നിട്ടില്ല. എനിക്കതിന് സാധ്യമല്ല. അവൻ കള്ളം പറയുകയാണ്. അവനെ വിശ്വസിക്കരുത്. മാസങ്ങളായി എൻ്റെ മടിയിലാണ് ഈ കുഞ്ഞ് കളിച്ചു വളർന്നത്. എനിക്കതിനെ കൊല്ലാനാവില്ല. ആസുറ ബീവി പൊട്ടിക്കരയുകയാണ്. പക്ഷെ പ്രഭുവിൻ്റെ ഭാര്യ വിശ്വസിക്കാൻ ആസുറ ബീവിക്ക് കഴിഞ്ഞില്ല. കാരണം മരിച്ചു കിടക്കുന്ന സ്വന്തം മകനാണ്. ആ ഒരു തിരിച്ചറിവ് ആ സ്ത്രീയിൽ സങ്കടവും ദേഷ്യവും വർദ്ധിപ്പിച്ചു. ആ സ്ത്രീ ആസുറ ബീവിയെ ആഞ്ഞടിച്ചു. ഈ രംഗം കണ്ടു നിന്ന നാട്ടുകാരും വീട്ടുകാരും അവരോടൊപ്പം കൂടി ആസുറ ബീവിയെ പൊതിരെ തല്ലി. അപ്പോഴെല്ലാം ആസുറ ബീവി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. പ്രഭുവിൻ്റെ ഭാര്യയും ബന്ധുക്കളും കൂടി ആസുറ ബീവിയെ മർദ്ദിച്ചു അവശയാക്കി. ചോര വാർന്നൊലിച്ചു ഒരു ഭാഗത്ത് തളർന്നു വീണു. പെട്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, പ്രഭു വരുന്നുണ്ട്. എല്ലാവരും ഉറപ്പിച്ചു, ആസുറായ പ്രഭു ഇന്ന് കൊല്ലും. ഇന്ന് 2 മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒന്ന് കുഞ്ഞിൻ്റേതും ഒന്ന് ആസുറായുടേതും. മകൻ്റെ മരണവാർത്ത കേട്ട് കണ്ണീരൊലിപ്പിച്ച് മകൻ്റെ മയ്യത്ത് കാണാൻ വരുന്ന പ്രഭു കാണുന്നത് ശരീരത്തിൽ നിന്നും തൻ്റെ മകൻ്റെ ഉടൽ വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മയ്യത്താണ്. തൊട്ടടുത്ത് തല്ലുകൊണ്ട് രക്തം വാർന്നൊലിച്ചു കിടക്കുന്ന ആസു. തൻ്റെ മകൻ്റെ മയ്യത്തിന് മുമ്പിൽ കണ്ണീർ വാർന്ന് തളർന്നിരിക്കുന്ന പ്രഭുവിൻ്റെ മുമ്പിലേക്ക് ചോര പുരണ്ട കത്തിയുമായി വേലക്കാരൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭു, കുഞ്ഞിനെ കൊന്ന കത്തിയായത്. ഇവളാണ് കുഞ്ഞിനെ കൊന്നത്. പ്രഭു ആ കത്തി ഒന്ന് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. കത്തിയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ചോര പുരണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ദേഷ്യവും സങ്കടവും അയാളുടെ മുഖത്ത് മിന്നിമറിഞ്ഞു. അയാൾ ആസുറായെ സൂക്ഷിച്ചു നോക്കി.
ദേഷ്യവും സങ്കടവും ആ കച്ചവടക്കാരൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞു. അയാൾ ആസുറയെ സൂക്ഷിച്ചു നോക്കി. ആ കത്തി കൊണ്ട് തന്നെ കുത്തിക്കൊല്ലുമോ എന്ന് ഭയപ്പെട്ട ആസുറ കിടന്ന കിടപ്പിൽ മെല്ലെ എഴുന്നേറ്റു. വേച്ചു വേച്ചു നടന്നു വന്ന് പ്രഭുവിൻ്റെ കാൽച്ചുവട്ടിൽ വീണു. അവരുടെ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. ഞാൻ കൊന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൊന്നത് എന്നാണ്. മാസങ്ങളായി എൻ്റെ മടിയിൽ കിടന്നതാണ് അവൻ വളർന്നത്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്കാവില്ല. പ്രഭു അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആസുറ ബീവിയുടെ കണ്ണുകളിൽ നിരപരാധിത്വം തെളിയുന്നത് കണ്ട പ്രഭു ആസുറ ബീവിയോട് പറഞ്ഞു, ഇല്ല പെണ്ണെ, നിനക്ക് എൻ്റെ മകനെ കൊല്ലാനാവില്ല. അതിനുള്ള മനക്കരുത്ത് നിനക്കില്ല. പക്ഷെ നീ ഒരു കാര്യം അറിയണം. കുറച്ച് ദിവസങ്ങളായി എന്നെയും നിന്നെയും സംബന്ധിച്ച് ഇവിടെ ചീഞ്ഞു നാറുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിലെ പെണ്ണും നീയും തമ്മിലുള്ള ബന്ധം എന്തായെന്ന്. പക്ഷേ മറുപടി കൊടുക്കാൻ എനിക്കായില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തോടെ എൻ്റെ കുടുംബജീവിതം തകർന്നു പോയി. ഇത് കേട്ടുകൊണ്ട് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയും എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ വിട്ടു ഒന്ന് പോയി തരാമോ? എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ നിനക്ക്? ആസുറ ബീവി പറഞ്ഞു, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അധികപ്പച്ചായി ഞാൻ ഉണ്ടാവില്ല. എനിക്ക് അള്ളാഹു കാണിച്ചു തന്ന വഴിയുണ്ട്. ഒരു മനുഷ്യൻ്റെ ഭാവി എങ്ങനെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിതാവായ അങ്ങ് മാത്രമാണ് എന്നെ വിശ്വസിച്ചത്. നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കിയില്ലല്ലോ. എനിക്കത് മതി. ആസുറ അകത്തു പോയി പർദ്ദ ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നും തുണി നീക്കി നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഇല്ല മോനെ, ഈ പാവം പെണ്ണ് നിന്നെ കൊന്നിട്ടില്ല. നിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല. അത് പറഞ്ഞ് ആസുറ നിറയുന്ന കണ്ണുകളോടെ അവിടെ നിന്നും യാത്ര തിരിക്കാൻ നേരം പ്രഭു പറഞ്ഞു, ഒന്ന് നിൽക്കൂ. കുറച്ച് പണം ആസുറക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് സ്വീകരിച്ചോളൂ. ആസുറ പറഞ്ഞു, എനിക്ക് പണം വേണ്ട. എനിക്ക് എൻ്റെ അള്ളാഹു കൂടെയുണ്ട്. പ്രഭു സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഈ പണം നിന്റെ യാത്രയിൽ ഉപകരിക്കും. വാങ്ങിക്കാൻ സമ്മതിക്കാതെ ആയപ്പോൾ പ്രഭു പറഞ്ഞു, ഒരു സഹോദരൻ തരുന്ന പോലെ കരുതി ഇത് സ്വീകരിക്കണം. പ്രഭുവിൻ്റെ ആ നല്ല മനസ്സറിഞ്ഞ് രണ്ട് കൈയും നീട്ടി കണ്ണുനീരോടെ അത് സ്വീകരിച്ചു. പക്ഷേ ആരോടും ഒന്നും പറയാതെ അള്ളാഹുവിനെ മാത്രം ഓർമ്മിച്ചിട്ട് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആസുറ നടക്കുകയാണ്. നടന്ന് ചെറിയ ടൗണിലെത്തി. അവിടെ കണ്ട കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ സൂക്ഷിച്ചു. വീണ്ടും നടക്കുകയാണ്. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു ദയനീയ കരച്ചിൽ കേൾക്കുന്നു. കരച്ചിൽ ശബ്ദം കൂടി വന്നപ്പോൾ ആസുറ ബീവി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നീങ്ങിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ആളുകൾ കൂടി നിന്ന് അതിലൊരു മനുഷ്യനെ നിലർത്ത് മലർത്തി അവനെ മറ്റുള്ളവർ ആക്രമിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആസുറ ബീവി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട ഈ മനുഷ്യനെ ആക്രമിക്കുന്നത്? ആ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞു, ഇവൻ 300 ദീനാർ കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. ഇതുകൊണ്ട് ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. നിങ്ങൾ അവനെ വെറുതെ വിട്ടേക്കൂ. ആ 300 ദീനാർ ഞാൻ തരാം. അത് കേട്ട ആസുറ ബീവി പറഞ്ഞു. അങ്ങനെ ആസുറ ബീവിയുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 300 ദീനാർ അവർക്ക് കൊടുത്തു. ആ മർദ്ദിതനെ അങ്ങനെ മോചിപ്പിച്ചു. അൽഹംദുലില്ലാ, നല്ല ഒരു പുണ്യപ്രവൃത്തി ചെയ്ത സന്തോഷത്തിൽ ആസുറ ബീവി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ ആ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആൾ പിന്നിൽ നിന്നും ആസുറ ബീവിയെ വിളിക്കാൻ തുടങ്ങി. ആസുറ ബീവി ചോദിച്ചു, എന്തു വേണം? ഇനിയും ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇനി ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ? ആസുറ ബീവി രക്ഷപ്പെടുത്തിയ അയാളോട് പറഞ്ഞു, ആരും എന്നെ ഉപദ്രവിക്കുന്നില്ല. ഇനി ഞാൻ ആർക്കും കടം കൊടുക്കാനുമില്ല. എന്നെ ആ കടക്കാരൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയ വകയിൽ ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാണ്. ആസുറ ബീവി പറഞ്ഞു, നന്ദി അള്ളാഹുവിനോട് പറയുക. ഞാനൊരു നിമിത്തമായെന്ന് മാത്രമാണ്. ഇത് പറഞ്ഞ് ആസുറ ബീവി വീണ്ടും നടക്കാൻ തുടങ്ങി. അയാൾ വീണ്ടും ആസുറ ബീവിയോട് പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ബീവി പറഞ്ഞു, അത് പാടില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷെ അയാൾ ആസുറ ബീവിയെ വിടാതെ പിന്തുടർന്നു. ഇത് കണ്ടപ്പോൾ ആസുറ ബീവി നടത്തത്തിന് സ്പീഡ് കൂട്ടി. അവനും നടത്തത്തിന് സ്പീഡ് കൂട്ടി. ഇവൻ എന്നെ വിടുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആസുറ ബീവി ഓടാൻ തുടങ്ങി. കൂടെ അയാളും സ്പീഡ് കൂട്ടി ഓടുകയാണ്. ഒരു കടലോര വക്കിലൂടെയാണ് രണ്ടുപേരും കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് കടലിൽ ഒരു പായക്കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നത്. അതിലെ കപ്പിത്താൻ കടലോര വക്കിൽ വിശ്രമിക്കുകയായിരുന്നു. കപ്പിത്താൻ നോക്കുമ്പോൾ വളരെയധികം സുന്ദരിയായ ഒരു യുവതി
ഒരു യുവാവ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. കപ്പിത്താൻ കണ്ടപ്പോൾ ആസുറ ബീവി ഓടി വന്നുകൊണ്ട് വളരെ ദയനീയമായി പറഞ്ഞു, സഹോദരാ, എന്നെ അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ സമയത്ത് കപ്പിത്താൻ ആസുറ ബീവിയെ പിന്നാലെ കൂടിയ അയാളെയും 2 ഭാഗത്തേക്കായി മാറ്റിക്കൊണ്ട് കപ്പിത്താൻ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവളുടെ പിന്നാലെ ഓടി ഇവളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവൾ നിന്റെ ആരാണ്? അയാൾ പറഞ്ഞു, ഇവൾ എൻ്റെ അടിമ സ്ത്രീയാണ്. ഇവളുടെ കയ്യിലെ പെട്ടി കണ്ടോ? എന്നിൽ നിന്നും ഒളിച്ചോടുകയാണ് ഇവൾ. അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ പിന്നാലെ ഓടുന്നത്. അപ്പോൾ ആസുറ ബീവി പറഞ്ഞു, സഹോദരാ, അവർ പറയുന്നത് നുണയാണ്. അവൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത്. ഞാൻ അവൻ്റെ അടിമ സ്ത്രീയല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പക്ഷേ ആസുറ ബീവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന കപ്പിത്താൻ ആസുറ ബീവി പറയുന്നത് കേട്ടില്ല. മാത്രവുമല്ല, അയാളോട് ചോദിച്ചു, ഈ അടിമ സ്ത്രീയെ എനിക്ക് വിൽക്കാമോ? അയാൾ പറഞ്ഞു, 300 ദീനാർ തരുമെങ്കിൽ ഞാൻ അടിമയെ നിങ്ങൾക്ക് വിൽക്കാം. അങ്ങനെ അയാൾ 300 ദീനാർ കൊടുത്തു. ആസുറ ബീവിയെ കപ്പിത്താൻ വാങ്ങിച്ചു. അയാളെ പറഞ്ഞു വിട്ടു. ശേഷം ആസുറ ബീവിയോട് കപ്പിത്താൻ പറഞ്ഞു, എടി പെണ്ണെ, നീ ഇപ്പോൾ എൻ്റെ അടിമ സ്ത്രീയാണ്. ആസുറ ബീവി പൊട്ടിക്കരഞ്ഞു, ഞാൻ ആരുടെയും അടിമ സ്ത്രീയല്ല. അയാൾ എൻ്റെ യജമാനനുമല്ല. ഞാൻ 300 ദീനാർ കൊടുത്ത് കടക്കാരിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തിയതാണ്. പക്ഷേ ഇതൊന്നും കപ്പിത്താൻ സ്വീകരിച്ചില്ല. പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്ക് തള്ളിയിട്ടു. നീ എവിടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവിടെ ഇരുന്ന ആസുറ ബീവി കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചു കരഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പെട്ടിയുടെ മേലെ തല വെച്ച് അവിടെ കിടന്ന് തളർന്നുറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം കപ്പിത്താൻ വന്ന് ആസുറ ബീവിയുടെ തൊട്ടരികിൽ ചെന്നിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ച ആസുറ ബീവി കാണുന്നത് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റ ആസുറ ബീവി കാണുന്നത് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ്. ആസുറ ബീവി പറഞ്ഞു, അല്ലാഹു ആണ് സത്യം. ഈ ഹറാമിന് കൂട്ടുനിൽക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. ഇത് കേട്ടപ്പോൾ കപ്പിത്താൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഉടൻ ആ കപ്പിത്താൻ ആസുറ ബീവിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ ആസുറ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. കപ്പിത്താൻ്റെ ഹറാമായ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരുന്നപ്പോൾ അടിച്ച ആ അടിയിൽ ആസുറ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ അവിടെ കിടന്നുകൊണ്ട് ആസുറ ബീവി ദുആ ചെയ്തു, അല്ലാഹുവേ, ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. എന്നിട്ടും എല്ലാവരും എന്നെ ആക്രമിക്കുന്നത് നീ കാണുന്നില്ലേ അല്ലാ? ആസുറ ബീവി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. ഉടനെ അല്ലാഹു മഹദിയുടെ ദുആ സ്വീകരിച്ചു. ബീവിയുടെ കരളലിയിക്കുന്ന പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ അപകട സൂചന കണ്ടു തുടങ്ങി. ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് പ്രകോപിതമായി. തിരമാലകൾ പർവ്വതം കണക്കെ ഉയർന്നു പൊങ്ങി. കപ്പൽ മുങ്ങിയും പൊങ്ങിയും ഏതു സമയവും പൊട്ടിപ്പിളരുമോ എന്ന സംശയത്തിൽ എല്ലാവരും വാവിട്ടു കരഞ്ഞു. ആസുറ ബീവിക്ക് മാത്രം ഒരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. അവർ റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് കപ്പൽ പൊട്ടിപ്പൊളിഞ്ഞു. അത് ആഴിയുടെ അടിത്തട്ടിലേക്ക് ഊളിയിടാൻ തുടങ്ങി. പക്ഷേ പരുക്കുകളോടെയാണെങ്കിലും കപ്പലിലുണ്ടായിരുന്നവരെ കപ്പിത്താനെ അടക്കം അള്ളാഹു രക്ഷപ്പെടുത്തി. എന്നാൽ അവൻ്റെ അജയ്യമായ ശക്തി എന്നല്ലാതെ മറ്റെന്തു പറയാൻ ബീവിക്ക് മാത്രം ഒരു പോറലും ഏറ്റില്ല. അവർ കപ്പലിൻ്റെ ഒരു പലകയിൽ പിടികൂടി. തൻ്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെയുണ്ടായിരുന്നു. തിരമാലകൾ തള്ളി തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം ആസുറ ബീവി കരയിലേക്കെത്തി. ബീവി സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കരയ്ക്കിറങ്ങി. അവർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ ആ സ്ഥലത്ത് അഴിച്ചു വെച്ച് ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന ഉപ്പുവെള്ളം തുടച്ചു നീക്കി. പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു. അത്ഭുതം! ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലയിൽ കെട്ടുമെല്ലാം. ബീവി നടുങ്ങി. ഇതെല്ലാം ആ കപ്പിത്താൻ്റെതാണല്ലോ. എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നത് വരെ ഇതു തന്നെ ധരിക്കാം. അല്ലാഹുവേ, കാബാലികമാരുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഈ അവിവേകം എന്നോട് നീ പൊറുക്കണമേ. ആസുറ ബീവി മനം നൊന്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ആസുറ ബീവി പുരുഷന്റെ വേഷം ധരിച്ചു നടന്നു. മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയില്ല. അവസാനം യമൻ രാജ്യത്താണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അവിടെ കണ്ട നിസ്കാര പള്ളിയുടെ അടുത്തേക്ക് നടന്നു. നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ ആസുറ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സുള്ള മുഖം. അവർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ആസുറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. ഖുർആനും ഹദീസും കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. വൈദ്യചികിത്സയും കുറച്ചൊക്കെ അറിയാം. അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, ഈ നാട്ടിൽ നല്ല ഒരു വൈദ്യനില്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സാധുക്കളായ ഈ നാട്ടുകാർക്ക് വലിയ ഉപകാരമാകും.
ആസുറ എന്ന ചെറുപ്പക്കാരൻ അത് സമ്മതിച്ചു. അവർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ആസുറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ. അങ്ങനെ ആസുറ എന്ന ഹക്കീമിന് താമസിക്കാൻ ഒരു വീടും ആ നാട്ടുകാർ ഒരുക്കി കൊടുത്തു. അങ്ങനെ ചികിത്സയും തുടങ്ങി. ഏതു രോഗം വന്നാലും ആ നാട്ടിലെ ജനങ്ങൾ ഏതു രോഗം വന്ന് പറഞ്ഞാലും ഫാത്തിഹ സൂറത്തോതി വെള്ളം മന്ത്രിച്ച് കുടിക്കാൻ നിൽക്കും. അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ തുടങ്ങി. എത്ര വലിയ മാറാരോഗവും ആസുറ എന്ന ഹക്കീം ഫാത്തിഹ ഓതി മന്ത്രിച്ച് വെള്ളം നൽകി അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാറ്റിക്കൊടുത്തു. ഇതറിഞ്ഞ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. അധികം വൈകാതെ ആസുറ എന്ന ഹക്കീം എന്ന വൈദികൻ്റെ പ്രസക്തി കാട്ടുതീ പോലെ ആ രാജ്യത്ത് പടർന്നു. ആ സമയത്താണ് അത് സംഭവിച്ചത്. ആസുറ എന്ന ഹക്കീം എന്ന വൈദികൻ്റെ പ്രസക്തി രാജ്യത്ത് അറിയപ്പെട്ടു. അങ്ങനെ ആ രാജ്യത്തെ ചക്രവർത്തിക്ക് ഒരു മകളുണ്ടായിരുന്നു. പേര് സുഹ്റ. മാറാത്ത വയറുവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നു അത്. അപ്പോഴാണ് ആരോ വന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഹക്കീം എന്നു പേരുള്ള ഒരു വൈദികനുണ്ട്. എത്ര വലിയ മാറാരോഗങ്ങളോ അവരെ അടുക്കൽ പോയാൽ മാറും. അതുകൊണ്ട് രാജകുമാരിയെയും ഒന്ന് കാണിച്ചാലോ? ഉടൻ രാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി വൈദികനെ കൂട്ടിക്കൊണ്ടുവരൂ. പട്ടാളക്കാർ പോയി ആസുറ എന്ന ഹക്കീം എന്ന വൈദികനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യം കൊട്ടാരത്തിലേക്ക് വരാൻ വിസമ്മതിച്ചെങ്കിലും പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടാരത്തിലേക്ക് ഹക്കീം എന്ന വൈദികൻ വന്നു. രാജകുമാരി സുഹ്റാക്ക് ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്തു. റബ്ബിൻ്റെ അനുഗ്രഹത്താൽ രാജകുമാരിയുടെ രോഗം പൂർണ്ണമായും ശിഫയായി. രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഒരുപാട് വൈദ്യന്മാരെയും മറ്റും കാണിച്ചു, പക്ഷെ മകളുടെ രോഗം ശിഫയായില്ല. നിങ്ങൾ മന്ത്രിച്ചു നൽകിയ വെള്ളം കുടിച്ചപ്പോഴേക്കും നിങ്ങൾ കാരണം അള്ളാഹു മകളുടെ രോഗം ശിഫയാക്കി തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? വൈദികൻ ഹക്കീം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. രാജാവ് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് സമ്മാനമായി സ്വീകരിക്കണം. രാജാവിൻ്റെ നിർബന്ധം കാരണം ഹക്കീം എന്ന വൈദികൻ പറഞ്ഞു, താമസിക്കാൻ ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു. രാജാവ് ഉടൻ കൽപ്പന പുറപ്പെടുവിച്ചു. നമ്മുടെ പഴയ കൊട്ടാരം ഇപ്പോൾ ആൾതാമസമില്ലാതെ കിടക്കുകയാണ്. അവിടത്തേക്ക് താമസം മാറ്റിക്കൊടുക്കൂ. അങ്ങനെ ആസുറ എന്ന ഹക്കീം വൈദ്യർ അവിടെ താമസിക്കുകയാണ്. പഴയതുപോലെ ചികിത്സയും ഇബാദത്തും എല്ലാമായി മുന്നോട്ട് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രാജകുമാരി സുഹ്റാക്കൊരാഗ്രഹം. എൻ്റെ രോഗം മാറാൻ കാരണക്കാരനായ വൈദികൻ ഹക്കീമിനെ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ നന്നായിരുന്നു. രാജകുമാരി ഈ വിവരം ഉമ്മയോട് പറഞ്ഞു. താമസിയാതെ ഈ വിവരം ഉപ്പയുടെ ചെവിയിലും എത്തി. രാജാവ് 2 ആളുകളെ വൈദികൻ്റെ ഹക്കീമിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവർ പറഞ്ഞു, രാജകുമാരി നിങ്ങളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. വിവരം ഹക്കീമിനോട് പറഞ്ഞപ്പോൾ വൈദികൻ ഹക്കീം പറഞ്ഞു, ഞാനൊരു വിവാഹത്തിനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ. ഞാൻ ഇബാദത്തിലായി ലയിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനവർ സമ്മതിച്ചില്ല. മാത്രമല്ല സുഹ്റയും ഹക്കീമും തമ്മിലുള്ള വിവാഹത്തിന് അവർ നിർബന്ധിച്ചു. അതിനൊപ്പം അവർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. ഹക്കീം വിവാഹത്തിന് സമ്മതിച്ചു. അതോടുകൂടി കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജകുമാരി സുഹറ സന്തോഷം കൊണ്ട് മതിമറിഞ്ഞ് കയ്യിൽ മൈലാഞ്ചി വരച്ചും തോഴിമാർ ഒപ്പന പാട്ടുപാടിയും രാജകുമാരിയുടെ ചുറ്റും കൂടി. നാളെയാണ് കല്യാണം. അതേ സമയം കുറച്ചപ്പുറത്ത് ഒരാൾ ദുഃഖിതനായി ഇരിക്കുകയാണ്. യാ അല്ലാ, നീ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ. ഞാൻ പെണ്ണാണ് എന്നുള്ള സത്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ എന്ത് ചെയ്യും യാ അല്ലാ? ആസുറ എന്ന ഹക്കീം വൈദികൻ കരയുകയാണ്. കല്യാണത്തിൻ്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഹക്കീമിനെ അണിയിച്ചൊരുക്കി കൂട്ടിക്കൊണ്ടുവരണം. പറഞ്ഞ പോലെ പുതുമാരന് ധരിക്കേണ്ട പുതിയ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി. ആസുറ ബീവി എന്ന ഹക്കീം വൈദികന് ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ടപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഹക്കീമിനെ അണിയിച്ചൊരുക്കി കൂട്ടിക്കൊണ്ടുവരണം. പറഞ്ഞ പോലെ പുതുമാരന് ധരിക്കേണ്ട പുതിയ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി. ആസുറ ബീവി എന്ന ഹക്കീം വൈദികന് ഒരു നിവൃത്തിയുമില്ല. അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം ധരിച്ച് പരിവാരങ്ങളോടൊപ്പം വിവാഹപന്തലിലേക്ക് നടക്കുകയാണ്. നിക്കാഹെല്ലാം കഴിഞ്ഞു. രാത്രിയായപ്പോൾ ഹക്കീമിന് മണവാട്ടിയോട് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അല്പസമയത്തിന് ശേഷം മണവാട്ടി മണിയറയിലേക്ക് വരുന്നത് കണ്ട ആസുറ എന്ന ഹക്കീം മുസല്ല എടുത്ത് വിരിച്ച് നിസ്കാരം തുടങ്ങി. ആ നിസ്കാരം സുബിഹി വരെ നീണ്ടു. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. ഇത് കാരണം മണവാട്ടിക്ക് വിഷമങ്ങൾ അലട്ടാൻ തുടങ്ങി. വിവരം ഉമ്മയോട് അവതരിപ്പിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്ന് രാത്രി ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുന്ന നേരം കൈക്ക് പിടിച്ചിരുത്തി, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്?
കാര്യങ്ങൾ അന്വേഷിക്കണം. ഉമ്മ രാജകുമാരിയോട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞതുപോലെ രാജകുമാരി ഹക്കീമിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മണിയറയിലേക്ക് കയറി. രാജകുമാരിയെ കണ്ട പാടെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ കൈ പിടിച്ച് രാജകുമാരി ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ? ഭർത്താവ് ഒരു ഭാര്യയോട് നിറവേറ്റേണ്ട കടമകളില്ലേ? നിങ്ങൾ എന്താണ് അതൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും നിസ്കാരത്തിൽ മുഴുകുന്നത്? ആസുറ ബീവി ചിന്തിച്ചു. എല്ലാ സത്യങ്ങളും രാജകുമാരിയോട് പറയാൻ സമയമായി. ആസുറ ബീവി പറഞ്ഞു, ഞാൻ ഹക്കീമല്ല. അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായ അബ്ദുള്ളയുടെ ഭാര്യയായ ആസുറ എന്നവളാണ് ഞാൻ. അതു പറഞ്ഞ് ആസുറ തലയിലെ കെട്ടെടുത്തു മാറ്റി. ഇത് കണ്ട് മെഴിച്ചു നിൽക്കുന്ന രാജകുമാരി ആസുറ ബീവി നടന്ന എല്ലാ സത്യങ്ങളും പറഞ്ഞു. കഥകൾ കേട്ടപ്പോൾ രാജകുമാരി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു. ആസുറ ബീവി പറഞ്ഞു, ഈ വിവരം പുറത്തു പറയരുത്. കുറച്ചു ദിവസം കൂടെ ഇതുപോലെ തുടരണം. നമ്മുടെ ബെഡ്റൂമിൽ നീ അനിയത്തിയും ഞാൻ ജ്യേഷ്ഠത്തിയും, പുറത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും. രാജകുമാരി സമ്മതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആസുറ ബീവി ഒരു സ്വപ്നം കാണുന്നു. തൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. വിവരം രാജകുമാരിയോട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധിക ദിവസങ്ങളില്ല. ആസുറ ബീവി സ്വപ്നം കണ്ട പോലെ തന്നെ അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പക്ഷേ ആസുറ ബീവിയെ ഉപദ്രവിച്ചവരെ ആരെയും അള്ളാഹു വെറുതെ വിട്ടില്ല. അബ്ദുറഹ്മാന്റെ 2 കണ്ണും രോഗം ബാധിച്ച് പഴുപ്പ് വന്നു. 2 കണ്ണും പഴുത്ത് ചീയാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ മഹദിയെ നോക്കി മോഹിച്ചതാണല്ലോ. ഇതേ രോഗം അവൻക്ക് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞവർക്കും അള്ളാഹു കൊടുത്തു. ആ സമയത്താണ് ഒരു വഴിപ്പോക്കൻ അതുവഴി വന്നത്. വഴിപ്പോക്കൻ ഈ 5 പേരുടെ 2 കണ്ണും പഴുത്തു നാശമായ രൂപം കണ്ടു. വഴിപ്പോക്കൻ പറഞ്ഞു, യമൻ ഭാഗത്ത് ഹക്കീം എന്നു പേരുള്ള ഒരു വൈദികൻ താമസിക്കുന്നുണ്ട്. ഏത് മാറാരോഗവും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയാൽ ഭേദമാകും. നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും രോഗം മാറും. ഇത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു, യമനിലെ രാജാവിൻ്റെ മകളുടെ ഭർത്താവായ ഹക്കീം എന്നു പേരുള്ള വൈദ്യരുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടാൽ ഏത് മാറാരോഗവും മാറും. നമുക്ക് യമനിൽ പോയി അദ്ദേഹത്തെ പോയി കണ്ടാലോ? അബ്ദുള്ള രാജാവ് യമനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ മറ്റു 4 കൂട്ടുകാരും വന്നു. അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഞങ്ങളെയും കൂട്ടണം. ഞങ്ങളുടെയും കണ്ണ് നിന്റെ അതേ അവസ്ഥയാണ്. ആയിക്കോട്ടെ, കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ അനുജനെയും കൂട്ടുകാരെയും യമനിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുന്ന വാർത്ത നാടെങ്ങും പരന്നു. വാർത്ത പരന്നപ്പോൾ ഓരോരുത്തരായി കയറി വരാൻ തുടങ്ങി. കൈ പഴുത്തവർ, ദേഹമാസകലം ചൊറി പിടിച്ചവർ എല്ലാവരും ആസുറ ബീവിയെ ഉപദ്രവിച്ചവരായിരുന്നു. എല്ലാവരെയും കൂടി വാഹനം യമൻ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങി. രോഗികളെയും കൂട്ടി അബ്ദുള്ള രാജാവ് യമനിലേക്ക് തിരിച്ചു. ഈ സമയം ആസുറ ബീവിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു. രാജകുമാരി സുഹ്റാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ രസകരമായ ഒരു സ്വപ്നം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഭർത്താവും എന്നെ ചതിച്ചവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്കൊരു സ്വീകരണം കൊടുക്കണം. പ്രത്യേക ബെഡ്റൂമുകൾ തയ്യാറാക്കണം. എൻ്റെ ഭർത്താവിന് ഞാൻ ബെഡ്റൂം തയ്യാറാക്കാം. അങ്ങനെ പ്രത്യേകമായ ബെഡ്റൂമുകൾ തയ്യാറാക്കി. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം അബ്ദുള്ള രാജാവും അനുജന്മാരും യമനിൽ കൊട്ടാരത്തിലെത്തി. അബ്ദുള്ള രാജാവ് യമൻ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അഫ്സൂസിലെ രാജാവാണ്. എൻ്റെ അനുജന്മാരടക്കം ചില രോഗികളെയും കൊണ്ടാണ് വന്നത്. നിങ്ങളുടെ മകളുടെ ഭർത്താവിൻ്റെ ചികിത്സ കേട്ടറിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് ആ ചികിത്സ നടത്തണം. എല്ലാവരും വിഷമത്തിലാണ്. യമനിലെ രാജാവ് മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ സാധാരണക്കാരനല്ല. അയാൾ രാജ്യത്തിൻ്റെ രാജാവും സംഘവുമാണ്. അതുകൊണ്ട് ചികിത്സ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. മകൾ പോയി ആസുറയോട് കാര്യങ്ങൾ പറഞ്ഞു. ആസുറ ബി പറഞ്ഞു, ഇന്ന് അവർക്ക് മരുന്ന് തരുന്നില്ല. അതൊക്കെ നാളെയാണ്. എല്ലാവരുടെയും പോയി വിശ്രമിക്കാൻ പറയൂ എന്ന് പറയാൻ തിരിച്ചു പറഞ്ഞയച്ചു. ചികിത്സ നാളെ തുടങ്ങാം എന്ന തീരുമാനത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ ബെഡ്റൂമിലേക്ക് പോയി. കൂട്ടത്തിൽ അബ്ദുള്ള രാജാവും രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് തനിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ തനിക്ക് വിശ്രമിക്കാൻ വേണ്ടി സജ്ജീകരിക്കപ്പെട്ട കിടപ്പറ കണ്ടപ്പോൾ ഒരുപാട് പൂർവ്വകാല സ്മൃതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആസുറ ബിയെ വിവാഹം കഴിച്ച് ആദ്യമായി മണിയറയിൽ കൂടിയപ്പോഴുള്ള അതേ അനുഭവം. കൊട്ടാരത്തിൻ്റെ കരിങ്കൽ ഭിത്തികളിലെങ്കിലും അതേ മണിയറ പോലെ തോന്നി അബ്ദുള്ള രാജാവിന്. അതേ രൂപത്തിൽ പണിത കട്ടിൽ, അതേ കിടക്ക, അതേ വിരിപ്പ്. കിടക്കയിൽ വിതറിയിട്ട പൂവുകൾക്കും കൂടി മാറ്റമില്ല. എന്തൊരു സാമ്യം! ആരാണ് ഇത്രയും കലാപരമായി ഈ കിടപ്പറ ഒരുക്കിയത്? കൊട്ടാരത്തിൻ്റെ കരിങ്കൽ ഭിത്തിയില്ലെങ്കിലും അതേ മണിയറ പോലെ തോന്നി അബ്ദുള്ള രാജാവിന്. അതേ രൂപത്തിൽ പണിത കട്ടിൽ, അതേ കിടക്ക, അതേ വിരിപ്പ്. കിടക്കയിൽ വിതറപ്പെട്ട പൂവുകൾക്ക് കൂടി മാറ്റമില്ല. എന്തൊരു സാമ്യം! ആരാണ് ഇത്രയും കലാപരമായി ഈ കിടപ്പറ ഒരുക്കിയത്? ബുദ്ധിമതിയായ ഒരു പെൺകുട്ടികൾക്കല്ലാതെ ഇത്ര കലാപരമായി ഒരു ബെഡ്റൂം തയ്യാറാക്കുവാൻ കഴിയില്ല.
ഇങ്ങനെ പലവിധ ചിന്തകളുമായി അദ്ദേഹം മൃദുലമായ കട്ടിലിൽ കയറിയിരുന്നു. അന്ന് തൻ്റെ മണിയറയിലുണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള കനകവിളക്ക് പ്രകാശം ചൊരിഞ്ഞു. മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു സ്വർണ്ണ ചഷകത്തിൽ മധുരപലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇതെന്ത് പരീക്ഷണമാണ് റബ്ബേ! തൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റുന്നല്ലോ. ഞാൻ ഈ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? അബ്ദുള്ള രാജാവ് തൻ്റെ ശരീരത്തിൽ ഒന്ന് നുള്ളി നോക്കി. വേദനിക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്നമല്ല. അന്ന് ആസുറയാണ് ആ പാനീയം തൻ്റെ നേരെ നീട്ടിയത്. പക്ഷേ ഇന്ന് ആരുമില്ല. മേശപ്പുറത്ത് മൂടി വെച്ചിരിക്കുകയാണ്. തൻ്റെ ആസുറ ബിവി ഇപ്പോൾ വരും. തനിക്ക് ചഷകം എടുത്തു തരും. എല്ലാം ആലോചിച്ച് ഒരുതരം വിഭ്രാന്തിയിൽ അയാൾ കുറേ നേരം അങ്ങനെ ഇരുന്നു പോയി. ഇല്ല, ആരും വരില്ല. അവസാനം അബ്ദുള്ള രാജാവ് തന്നെ ആ ചഷകമെടുത്ത് വായോടടുപ്പിച്ചു. അല്പാൽപമായി കുടിച്ചു. എന്തൊരത്ഭുതം! അതേ രുചി. തൻ്റെ പ്രിയപ്പെട്ടവൾ ആദ്യ രാത്രിയിൽ തനിക്ക് നേരെ നീട്ടിയ പായസത്തിൻ്റെ അതേ മധുരം, അതേ സ്വാദ്. ഇതെങ്ങനെ സംഭവിച്ചു? അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഉതിർന്നു വീണു. ആ മുഖം വിവർണമായി. അങ്ങേക്ക് എന്തു പറ്റി? അവിചാരിതമായൊരു ഭാവമാറ്റം പരിചാരകയിൽ ഒരാൾ ചോദിച്ചു. അതിന് മറുപടി എന്നോണം രാജാവ് പറഞ്ഞു, ഞാനീ കുടിച്ച മധുരപാനീയം എൻ്റെ പ്രാണപ്രേയസി ആസുറ എനിക്ക് ആദ്യ രാത്രിയിൽ സമ്മാനിച്ച അതേ പാനീയം തന്നെ മറ്റൊരാൾക്കും ഈ രുചിയിൽ അതുണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു രൂപവുമില്ലാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയതാണ്. അബ്ദുള്ളയുടെ മറുപടി കേട്ട് ഭൃത്യൻ മെഴിച്ചു പോയി. രാജാവ് ചിന്തയോട് ലയിച്ചു ചേർന്നു. ഒരുപാട് സമയം കഴിച്ചുകൂട്ടി. ഒരു പോള കണ്ണെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നേരം പുലർന്നു. ദിനചര്യകൾക്കു ശേഷം അംഗസ്നാനം വരുത്തി അദ്ദേഹം സുബഹി നിസ്കരിച്ചു. നിസ്കാരപ്പായയിലിരുന്ന് സർവശക്തനെ സ്തുതിച്ചു. സെക്കൻഡുകൾ പിന്നെയും കഴിഞ്ഞു. എവിടെ നിന്നോ മധുരമായ സ്വരനാദം, ഖുർആൻ പാരായണം അദ്ദേഹത്തിൻ്റെ കർണപുടങ്ങളിൽ അലയടിച്ചു. രാജാവ് ഞെട്ടിത്തരിച്ചു പോയി. ആസുറയുടെ അതേ സ്വരം. തൻ്റെ കൂടെയായിരുന്നപ്പോൾ എത്ര വൈകി കിടന്നാലും സുബഹിക്ക് മുമ്പ് തന്നെ ബീവി എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് മനോഹരമായ ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്യും. ആസുറാൻ്റെ ഖുർആൻ പാരായണം കേട്ട് താൻ എല്ലാം മറന്ന് എത്ര സമയമാണ് ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനീ കേൾക്കുന്ന ശബ്ദം ആസുറായോട് തന്നെയല്ലേ? അല്ല, അവൾ മരിച്ചുപോയി. നിഷ്ഠൂരന്മാർ അവളെ കൊലപ്പെടുത്തി കൊടുത്തു. പിന്നെ ഞാനീ കേൾക്കുന്നത് ആരുടെ ശബ്ദമാണ്? അദ്ദേഹം പരിചാരകയിലെ ഒരാളെ വിളിച്ചു. ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരാണെന്ന് അന്വേഷിച്ചു. അത് രാജകുമാരിയുടെ ഭർത്താവ് ഹക്കീമിൻ്റെ ഖുർആൻ പാരായണമാണ്. ഭൃത്യൻ്റെ മറുപടി അബ്ദുള്ളയെ അത്ഭുതപ്പെടുത്തി. തൻ്റെ ആസുറയുടെ അതേ ശബ്ദമാണല്ലോ ഹക്കീമിന്. ഈ ബംഗ്ലാവിൽ വന്നത് മുതൽ എൻ്റെ ആസുറയെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെന്തൊരു പരീക്ഷണമാണ് റഹ്മാനെ! അയാൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതെന്തു പരീക്ഷണമാണ് റഹ്മാനെ! അബ്ദുള്ള രാജാവ് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആസുറ ബിവിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു രാവ്. അബ്ദുള്ള രാജാവിന് ആ ബംഗ്ലാവിൽ താമസം, അതാണ് സമ്മാനിച്ചത്. എന്നാൽ കൂടെ വന്നവർക്ക് രാജകീയമായ സ്വീകരണത്തിൽ മതിമറന്ന് സന്തോഷത്തോടു കൂടെ കൂർക്കം വലിച്ചുറങ്ങി. അന്നും പ്രഭാതം പൊട്ടിവിടർന്നു. പകലിൻ്റെ പൊൻകിരണങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസന്നതയുണ്ട്. എന്തായിരിക്കും കാരണം? പതിവിലും ഉന്മേഷത്തോടെയാണ് പക്ഷിപ്പറവകൾ അന്നത്തെ പ്രഭാതത്തെ എതിരേറ്റത്. ആനന്ദകരമായ ഒരു സുദിനം. രാജസഭ കൂടുന്നതിന് മുമ്പ് തന്നെ സദസ്സിലെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തിൽ ശുഭകരമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ആർക്കും എന്താണ് ഇവിടെ നടക്കുക എന്നതിൻ്റെ ഒരു രൂപവുമില്ല. അവരെല്ലാം വരാൻ പോകുന്ന നിമിഷങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യമനിലെ രാജാവും മന്ത്രിമാരും തങ്ങളുടെ ഇരിപ്പിടങ്ങൾ ആസന്നരായി. ബീവി ആസുറ രാജസദസ്സിലേക്ക് തനിക്ക് പ്രത്യേകമായ സ്ഥാനത്ത് ഒരു മറയുടെ പിന്നിലിരുന്നു. രാജകീയാതിഥികൾക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കും അനുസൃതമായുള്ള ഇരിപ്പിടങ്ങൾ നൽകപ്പെട്ടിരുന്നു. എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. തങ്ങളുടെ രോഗവിവരങ്ങൾ ഓരോരുത്തരായി ചുരുക്കി വിവരിക്കാൻ ബീവി കൽപ്പിച്ചു. അങ്ങനെ ആദ്യമായി അബ്ദുറഹ്മാൻ തൻ്റെ കണ്ണിൻ്റെ രോഗത്തെക്കുറിച്ച് വിവരിച്ചു. പിന്നീട് 4 സേവകന്മാർ, പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ, 300 ദീനാർ നൽകി മോചിപ്പിക്കപ്പെട്ടവൻ, കപ്പിത്താൻ മുതലായ എല്ലാ രോഗികളും തങ്ങളെ അലട്ടിയിരിക്കുന്നതായ മാരക രോഗങ്ങളെക്കുറിച്ച് വിവരണം നടത്തി. ബീവിയും രാജാവും സദസ്സുമെല്ലാം അവരുടെ രോഗവിവരങ്ങൾ കേട്ടു. ബീവി എന്തെങ്കിലും ഉടൻ പ്രതിവിധി ചെയ്യും. അങ്ങനെ അവരെയെല്ലാം ഇത്രയും കാലം പീഡിപ്പിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾ സുഖപ്പെടും. ഈ പ്രതീക്ഷയായിരുന്നു സദസ്യർക്കെല്ലാം. ഹക്കീമിനെ അവർക്കെല്ലാം അത്ര കണ്ട് മതിപ്പായിരുന്നു. പക്ഷേ അവരുടെയെല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. രോഗവിവരങ്ങൾ കേട്ട ശേഷം ബീവി പറഞ്ഞു, ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം. സത്യസന്ധത വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു. പാപപങ്കിലമായ ജീവിതത്തിന് പലപ്പോഴും ഐഹിക ശിക്ഷ തന്നെ ലഭിക്കുന്നത് കാണാം. നിങ്ങളുടെയെല്ലാം രോഗവിവരങ്ങളിൽ നിന്നും എല്ലാവരും അതിനീചമായി എന്തോ ഒരു അപരാധം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. മാത്രവുമല്ല, അവ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവർ
പ്രവർത്തിച്ച നീച പ്രവൃത്തികളെ ഈ മജ്ലിസിന്റെ മുമ്പിൽ തുറന്നു പറയണം. അതിനുശേഷം പ്രതിവിധിയെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ആ പ്രസ്താവന കേട്ട് എല്ലാവരും മെഴിച്ചിരിക്കുകയാണ്. ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കത്തക്ക ശ്മശാന മൂകതയാണ് അവിടെ. ആരും ഒന്നും തന്നെ ഊരിയിടില്ല. അബ്ദുള്ള രാജാവാണ് ആ നിശബ്ദതയെ മുറിച്ച്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായ എന്തോ ഒരു സംശയം കടന്നുകൂടിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. അയാൾ സഹോദരൻ്റെ നേരെ നോക്കി ഗർജിച്ചു. അബ്ദുറഹ്മാനെ, ഹക്കീം പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് നീ ചെയ്ത തെറ്റ്? ആദ്യം അത് തന്നെ പറയൂ. എനിക്ക് നിന്നെക്കുറിച്ച് കാര്യമായ സംശയമുണ്ട്. സഹോദരൻ്റെ കൽപ്പന കേട്ട് അബ്ദുറഹ്മാൻ ഭയപ്പെട്ടു. താൻ ഭയപ്പെട്ട നിമിഷങ്ങൾ നനച്ചിരിക്കാതെ വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാ തെറ്റുകളും ഏറ്റുപറയേണ്ട സമയം ഇവിടെ ആസന്നമായിരിക്കുന്നു. വിഭ്രാന്തിയിൽ അബ്ദുറഹ്മാൻ വിയർത്തു. സംഭ്രമത്തോടെ വിറച്ച് അയാൾ മൊഴിഞ്ഞു തുടങ്ങി. അബ്ദുറഹ്മാൻ മൊഴിഞ്ഞു തുടങ്ങി. താൻ മഹാപാപിയാണ്. അത് ഏറ്റുപറയാനുള്ള മനക്കരുത്ത് എനിക്കില്ല. തന്നെയുമല്ല, ഞാൻ അത് തുറന്നു പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെ ഈ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പിച്ചു ചീന്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരൻ്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള രാജാവിൻ്റെ ധമനികളിലൂടെ രക്തം ഇരച്ചു കയറി. കോപത്താൽ അദ്ദേഹത്തിൻ്റെ പരിസരബോധം പോലും നഷ്ടമായി. പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിനും റബ്ബ് പരിഹാരം കാണിച്ചു തരും. യമനിലെ രാജാവ് എഴുന്നേറ്റ് അബ്ദുറഹ്മാനോടായി പറഞ്ഞു. ഇവിടെ എൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്. ഇവിടെ വെച്ച് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പിന് അപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ട് അവർ ഓരോരുത്തരായി തങ്ങളുടെ അപരാധങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ആദ്യം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാനാണ്. സുഖസുഷുപ്തിയിൽ അർഷൂസ് തർഷൂസ് രാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന കാലത്ത് സഹോദരൻ അബ്ദുള്ള രാജ്യവും ഭാര്യയെയും തന്നെ ഏൽപ്പിച്ചാണ് ഹജ്ജിന് പോയത്. സഹോദരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് കല്ലെറിഞ്ഞു കൊന്നത് എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. സദസ്യർ ആശ്ചര്യത്തോടു കൂടി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അബ്ദുള്ള രാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വിചാരങ്ങൾ അലയടിച്ചിരമ്പി. സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. എന്തു ചെയ്യാം, ഇതെൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു വിധത്തിൽ കോപമടക്കി. ബാക്കി കഥകൾ കേൾക്കാൻ ആകാംക്ഷഭരിതരായി കാതു കൂർപ്പിച്ചു നിന്നു. സംഭ്രമജനകമായ ഒരു തുടർക്കഥയുടെ അടുത്ത അധ്യായം എന്നോണം ബാക്കി സംഭവങ്ങൾ വിവരിച്ചത് ബീവിയെ ഹദ്ദുകുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവാണ്. പ്രഭു ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി. പ്രഭുവിൻ്റെ സംഭാഷണത്തിൽ നിന്നും ആസുറ ബീവി മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. അബ്ദുള്ള രാജാവിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ 1000 വെള്ളിനിലാവുദിച്ചു. എവിടെയായിരിക്കും തൻ്റെ ബീവി? തുടർന്നുള്ള സംഭവങ്ങൾ കേൾക്കാൻ അയാൾ തിരക്കുകൂട്ടി. തൻ്റെ പുത്രനായ പിഞ്ചു പൈതലിൻ്റെ കൊലപാതകത്തിൽ സംശയിച്ച് ഭാര്യ ഇറക്കിവിട്ടതുവരെയുള്ള കഥയാണ് പ്രഭു പറഞ്ഞത്. തുടർന്ന് താൻ ബീവിയെ മാംസദാഹത്തിനിരയാക്കാനൊരുങ്ങിയതും വഴങ്ങാതെ വന്നപ്പോൾ കുഞ്ഞിനെ കൊല ചെയ്ത് ബീവിയിൽ ആരോപിച്ചതും പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ പറഞ്ഞു. ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് പലരും പറയുന്നത്. പലരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റി വീഴുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ബീവി ആസുറ എന്ന മഹിളാനന്ദം അനുഭവിക്കേണ്ടി വന്നതെന്നോർത്ത് കേട്ടവരെല്ലാം അത്ഭുതസ്തബ്ധരായി. അടുത്ത വിവരണം 300 ദീനാർ കൊടുത്ത് ബീവി മോചിപ്പിച്ച ആളുടേതായിരുന്നു. താൻ ബീവിയെ ബലപ്രയോഗം നടത്തിയതും ഓടി രക്ഷപ്പെടാനൊരുങ്ങിയ അവരെ കപ്പിത്താന് വിറ്റതുമെല്ലാം അയാൾ തുറന്നു പറഞ്ഞു. പിന്നീടുള്ള ഊഴം കപ്പിത്താൻ്റേതായിരുന്നു. തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പാവം തരുണിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും സാധിക്കാതെ വന്നപ്പോൾ കരണത്തേക്ക് ആഞ്ഞടിച്ചതും കപ്പൽ മുങ്ങിയതും അയാൾ വിവരിച്ചു. അവരവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ച തെറ്റുകൾ, അബദ്ധങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞു. ഇനി ഇതിനൊക്കെ പ്രതിവിധി കാണേണ്ടതുണ്ട്. രാജാവിൻ്റെ മകളുടെ ഭർത്താവാണ്. എല്ലാവരും ഹക്കീമിന് തീരുമാനത്തിനായി കാതോർത്തു. തൻ്റെ അടുത്തിരുന്ന രാജകുമാരിയെ അരികിലേക്ക് വിളിച്ച് ആസുറ ബീവി എന്തോ രഹസ്യം പറഞ്ഞു. പിന്നീട് കപ്പിത്താനെ ഹാജരാക്കി. അയാളോട് ചോദിച്ചു, നിങ്ങളല്ലേ ആസുറ ബീവിയെ അവസാനമായി കണ്ടത്? അതെ. ഒരു ഉൾനടുക്കത്തോടെ അയാൾ മറുപടി പറഞ്ഞു. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അവർ എപ്പോഴും അത് ഭദ്രമായി കൈവശം വെക്കുന്നതായി താൻ ഓർക്കുന്നു. ആ പെട്ടി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമോ? തീർച്ചയായും. നേരത്തെ രഹസ്യം പറയപ്പെട്ട രാജകുമാരി ആ പെട്ടിയെ അവിടേക്ക് ഹാജരാക്കി. ഇതുതന്നെയാണല്ലോ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി? അതെ. ആസുറ ബീവി അരമനയുടെ അന്തപുരത്തിലേക്ക് നടന്നു മറഞ്ഞു. ഹക്കീം അന്തപുരത്തിലേക്ക് പോയിട്ട് സമയമേറെയായി. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നില്ല. അപ്പോഴാണ് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷഭരിതരായി അന്തപുരത്തിൽ നിന്നും ബീവി ആസുറ ഇറങ്ങി വന്നത്.
കടലിൽ നിന്നും രക്ഷപ്പെട്ടത് മുതൽ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മകളുടെ ഭർത്താവായി കഴിഞ്ഞ ഇത്രയും കാലം ജീവിതം നയിച്ച ആസുറ ബീവി അത് കുഴിയിൽ നിന്നും പ്രഭു രക്ഷിച്ചതും തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും ആ സദസ്സിനു മുന്നിൽ വിവരിച്ചു. അവിശ്വസനീയമായ വാർത്ത കേൾക്കുന്നത് പോലെ സകലരും നിശ്ചലരായി നിന്നുപോയി. അബ്ദുള്ള രാജാവ് ബീവിയുടെ അടുക്കലേക്ക് ഓടി അണഞ്ഞു. ആസുറ, എൻ്റെ പ്രിയപ്പെട്ടവളെ, ഇതാ നോക്കൂ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് നിൽക്കുന്നത്. എന്നെ നീ അറിയില്ലേ? എന്താ നീ എന്നോടൊന്നും മിണ്ടാത്തത്? അങ്ങയെ ഞാൻ കാണുന്നുണ്ട്, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുമുണ്ട്. പക്ഷേ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച എനിക്ക് ഇനിയൊരു സൗഭാഗ്യ ജീവിതമില്ല. എൻ്റെ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു. അനന്തരം ആസുറ ബീവി തന്നെ ഹദ്കുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ലയോ മഹാമനസ്കനായ പ്രഭുവരിയ, അങ്ങയുടെ പിഞ്ചോമന മകന്റെ കഴുത്തറുത്തു കൊന്ന പാപി ഇവിടെ ഈ സദസ്സിലുണ്ട്. അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാനെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചിരിക്കുന്നു. ഈ ദിവസം ഒരു പ്രതികാരത്തിനും ഞാൻ മുതിരുന്നില്ല. അനന്തരം അവിടെ കൂടിയ രോഗികളോട് ആസുറ ബീവി പറഞ്ഞു, നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി ബീവി രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവിൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാഥൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ബീവിയെ സന്ദർശിച്ചവരെല്ലാം വലിയൊരു കഥയുടെ ചുരുളഴിഞ്ഞു വീഴുന്നത് കണ്ട് ആശ്ചര്യഭരിതരായി. ആഗതരെല്ലാം പിരിഞ്ഞുപോയി. അബ്ദുള്ള വീണ്ടും ബീവിയെ സമീപിച്ചു. നീ എന്താണ് എന്നോട് ഇങ്ങനെ കനിവില്ലാതെ പെരുമാറുന്നത്? നിന്നെ മാത്രം ചിന്തിച്ചു കൊണ്ടായിരുന്നുവല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പോൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്തേ എൻ്റെ വേദന നീ മനസ്സിലാക്കാത്തത്? ഭർത്താവിൻ്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബീവി പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം. ഐഹികമായ എൻ്റെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു. എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഇനിയൊരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ആവശ്യമില്ല. അങ്ങ് എൻ്റെ അന്ത്യാഭിലാഷങ്ങൾ നിറവേറ്റി തരണം. സുഹ്റ രാജകുമാരിയെ അങ്ങ് നിക്കാഹ് കഴിക്കണം. മായ വേദനയോടെ അബ്ദുള്ള രാജാവിന് ആസുറ ബീവി പറഞ്ഞത് കേൾക്കേണ്ടി വന്നു. മനസ്സോടെയാണെങ്കിലും അബ്ദുള്ള രാജാവ് ആ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ സുഹ്റ രാജകുമാരിയുടെയും അബ്ദുള്ള രാജാവിൻ്റെയും വിവാഹം നടന്നു. അധികം വൈകാതെ തന്നെ ആസുറ ബീവി രോഗശയ്യയിലായി. ബീവിയുടെ ഊഹം തെറ്റിയില്ല. അസ്രായിൽ അലൈഹിസ്സലാം ബീവിയെ തേടി വന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ, ആ മഹദിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ.